അതുപോലെ അശ്വതി വിശ്വനാഥനുണ്ട് കാലാവസ്ഥ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അശ്വതി, ഇന്നലെ കൊച്ചിയിലേക്ക് അത്യാവശ്യം നല്ല മഴ പെയ്ത ദിവസമാണ്. കൊച്ചിയിൽ മാത്രമല്ല, അപ്പം മറ്റിടത്തൊക്കെ മഴ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ എവിടെയൊക്കെയോ കണ്ടുപോയി ഇനി ചൂട് നല്ല രീതിയിൽ കൂടുമെന്നും. അപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ വിശേഷങ്ങളൊക്കെ? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എ വെരി ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞ പോലെ ഇന്നലെ ഇവിടെ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അത്യാവശ്യം മഴ ലഭിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ്, മഴയാണോ ചൂടാണോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ മുഴുവൻ ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. പലയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇടിമിന്നലും കാറ്റുമൊക്കെ ഉണ്ട്, അതിനനുസരിച്ചുള്ള ജാഗ്രത പാലിക്കണം, നിർദ്ദേശങ്ങളും കൃത്യമായി അനുസരിക്കണം. ഇനി അടുത്തതായി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അടുപ്പിച്ച് നല്ല മഴയാണല്ലേ. ഇനിയുള്ള 5 ദിവസവും നല്ല മഴയാണെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദം ശക്തി കൂടിയിട്ടുള്ള ന്യൂനമർദ്ദമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഈ അടുപ്പിച്ചുള്ള മഴയ്ക്ക് കാരണം. തുടർന്നുള്ള 5 ദിവസം കൂടി ശ്രദ്ധ വേണം, ജാഗ്രത പാലിക്കണം. ഇനി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്. അതായത് ഈ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസ്ഥാനത്തെ മഴയുടെ അവസ്ഥ. അതേസമയം സംസ്ഥാനത്ത് ചൂടിന് കുറവുമില്ല. മുന്നറിയിപ്പുകളുണ്ട്. ഈ 12 ജില്ലകളിൽ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പിനോടനുബന്ധിച്ച് 12 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ വയനാട്, ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഇന്നത്തെ താപനില പരിശോധിക്കാം. ഇന്ന് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് പാലക്കാടിന് ശേഷം ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് 3 ജില്ലകളിലും. അപ്പോൾ നമ്മൾ ചൂട് അറിഞ്ഞു, മഴ അറിഞ്ഞു, അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ സേതു, ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ.